ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനിങ്ങനെ ഇരുന്നപ്പോഴേ എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നി. അപ്പോൾ ഫ്രിഡ്ജിൽ താറാവിൻ്റെ പാർട്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കരുതി ഇന്ന് വൈകിട്ടത്തേക്ക് പുട്ടും താറാവ് പാർട്സും ആക്കാമെന്ന്. അപ്പോൾ ഇതേ താറാവ് പാർട്സ് എടുത്തുകൊണ്ട് നിന്നിട്ട് അമ്മ കഴുകുക കേട്ടോ. അപ്പോഴേക്കും ഞാൻ ക്യാമറയൊക്കെ എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് ഓടി വന്നു, ക്യാമറയൊക്കെ ഓണാക്കി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ അമ്മ അത് വൃത്തിയായിട്ട് കഴുകിക്കൊണ്ടിരിക്കുക, നല്ല വൃത്തിയിൽ കഴുകി. അപ്പോൾ ഇതേ പൂച്ച വന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക അവിടെ. അപ്പോൾ അവൾക്ക് കുറച്ച് കഴിക്കാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതേ താറാവ് പാർട്സ് കഴുകി വെച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പുട്ടിൻ്റെ പരിപാടിയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമ്മ ദേ നമ്മൾ പുട്ടിൻ്റെ പാക്കറ്റ് എടുത്തു. നമ്മൾ പൊടിപ്പിച്ച പൊടിയല്ല, മേടിച്ച പുട്ടുപൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. 2 ഗ്ലാസ് പൊടി എടുത്തിട്ട് അതിൽ പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് ജീരകം, ഒരു മണത്തിനും ഒക്കെ കൂടി കുറച്ച് ജീരകവും ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ഈ എടുത്ത ഗ്ലാസിൻ്റെ അളവിന് തന്നെ 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പുട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അത് ഒന്ന് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പുട്ടിൻ്റെ പാകത്തിന് പൊടി ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതേ അമ്മയാണ് അതൊക്കെ ചെയ്യണത്. അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ ഫോണും കൊണ്ടുവന്ന് അമ്മേനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മളിതേ പൊടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പുട്ടിന് വേണ്ടത് തേങ്ങയാണല്ലോ. അപ്പോൾ ഉടച്ചതല്ല, പൊതിച്ച തേങ്ങ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അമ്മ അത് വന്ന് ഉടച്ച് ഞങ്ങളതിൻ്റെ വെള്ളമൊക്കെ കുടിച്ച് തേങ്ങ ചിരകിക്കൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ തേങ്ങയും സെറ്റായി. അപ്പോൾ നമ്മൾ പുട്ടുപൊടി 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ പുട്ടുപൊടി കറക്റ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ. പാകത്തിനായിട്ടുണ്ട്, നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിച്ചു. എന്നിട്ട് പുട്ടുംകുമ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് ആവി വരണമല്ലോ, എന്നിട്ട് വേണമല്ലോ നമ്മൾ ഈ പുട്ടുംകുറ്റിയിൽ നിറച്ചത് അതിൽ വയ്ക്കാം. അപ്പോൾ പുട്ടുപൊടി ഇട്ടു, തേങ്ങ ഇട്ട് അങ്ങനെ സെറ്റാക്കി അത് വെച്ചു. എന്നിട്ട് ആവി വരുമ്പോൾ അതിൽ വെക്കാമെന്ന് വെച്ചിട്ട് അത് മാറ്റി വെച്ചു. ഇനി നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ, ഗ്യാസ് അടുപ്പിൽ താറാവ് പാർട്സ് ഉണ്ടാക്കാനുള്ള പരിപാടി ഒപ്പം തന്നെ തുടങ്ങി കേട്ടോ. അപ്പോൾ ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ചു. സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു: സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഇതൊക്കെ കൂടി വെളിച്ചെണ്ണ ചൂടായപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നന്നായി വഴച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല രീതിയിലൊന്ന് വഴന്ന് വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അവസാനം ഒരു എന്താ പറയുക, ചാറിനൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അത് വഴന്ന് വരുമ്പോൾ നമ്മൾ മാറ്റി വയ്ക്കണത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിൽ നിന്നൊരു ഇച്ചിരി കുറച്ച് ഈ വഴറ്റിയ സബോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളും കൂടി വഴറ്റിയതെന്ന് ഒരു കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. വേപ്പില ഇടണം, അത് ഞാൻ മറന്നുപോയിട്ടോ പറയാൻ. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് ആവി വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ച പുട്ടുംകുമ്പത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ വെന്തോളും. അപ്പുറത്ത് താറാവ് പാർട്സിനുള്ള പരിപാടി. അപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. സബോളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് അത്യാവശ്യം. അതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ നമ്മൾ ഒരിത്തിരി മാറ്റി വയ്ക്കുന്നുള്ളൂ, അത് അവസാനം അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പണി അതിൽ ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ മസാലപ്പൊടി ഇട്ടു. അപ്പോൾ നമുക്ക് അവസാനമാകുമ്പോൾ ഇതിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ, കുറച്ച് പാകത്തിനുള്ള എരിവിനുള്ളത് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളതിൽ താറാവ് പാർട്സ് കഴുകി വൃത്തിയാക്കി വെച്ച താറാവ് പാർട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് താറാവ് പാർട്സ് നന്നായി നമ്മുടെ മസാലയിൽ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് അത് വേവാൻ വേണ്ടി വരുന്ന പാകത്തിന് വെള്ളം നമ്മളതിൽ ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ വേവാൻ എടുക്കുന്ന ഒരു സമയം തന്നെയാണ് ഇതും വേവാൻ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ പുട്ട് ചെറുതായിട്ട് ആവിയൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുരുമുളകും പിന്നെ നേരത്തെ മാറ്റി വെച്ച സബോളയും കൂടെ അരച്ച് വെച്ചിട്ട് പുട്ട് വാങ്ങി വെക്കാമെന്ന്.
അത് കുരുമുളക് നല്ല കറുത്ത് ഉണങ്ങിയിരിക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് പൊടിച്ചെടുത്തിട്ട് നല്ല കറുപ്പ കളറുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. ഇവിടെ കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ടാണ് കുരുമുളക് ഇരിക്കണുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് പൊടിച്ചത്. അപ്പോൾ അത് പൊടിച്ചു വെച്ചു. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച സബോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി വഴറ്റിയത് അതൊന്ന് അരച്ച് നമ്മൾ മാറ്റിയെടുത്ത് വെച്ചു. എന്നിട്ട് താറാ പാർട്സ് നന്നായി തിളച്ച് നല്ല അത്യാവശ്യം വേവായി നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ എടുത്ത് അവിടെ മാറ്റി വെച്ചു. ഇതൊക്കെ റെഡിയാക്കി വെച്ചു. ഇതൊക്കെ ശരിയാക്കി വെച്ചപ്പോഴേക്കും പുട്ട് നല്ലോണം ആവി വന്നു കേട്ടോ. അപ്പോൾ പുട്ട് നമ്മൾ ഇറക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ പുട്ടുകുമ്പത്തിൽ ഇങ്ങനെ പുട്ടുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അമ്മ ഇഡ്ഡലി ചെമ്പിൽ വാരി വയ്ക്കുക ചെയ്യാറ്. രാവിലെ ഉണ്ടാക്കുമ്പോൾ സമയം കിട്ടാറില്ല. ഇതിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് സമയമുണ്ടല്ലോ. അപ്പോൾ പുട്ടൊക്കെ നല്ലോണം വെന്ത് ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ താറാ പാർട്സൊക്കെ നല്ലോണം തിളച്ച് കഷ്ണങ്ങളൊക്കെ വെന്തു കേട്ടോ, വേവായി. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ അരച്ച് വെച്ച മറ്റേ സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടില്ലേ, അത് ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തള വരുമ്പോൾ നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ട് വാങ്ങി വയ്ക്കാം. അപ്പോൾ താറാ പാർട്സിൻ്റെ അവസാന ഘട്ടമായി നന്നായി ഒന്നുകൂടെ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മളൊരു സ്പൂണ് കുരുമുളക് പൊടി കേട്ടോ, നല്ല കറുത്തിരിക്കണ പൊടി. കുരുമുളക് നന്നായി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കറുകറുന്നിരിക്കണ കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ താറാ പാർട്സ് ഇവിടെ റെഡിയായി. ഇടയിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൽ ഉപ്പ് ഇടാൻ പറയാൻ ഞാൻ വിട്ടുപോയി. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിതിൽ ഉപ്പിടും എന്ന്. അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ പറയാനും വിട്ടുപോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ താറാ പാർട്സ് റെഡിയായി, പുട്ടും റെഡിയായി. ഇനിയിപ്പോൾ എന്താ, എടുക്കുക, കഴിക്കുക. അപ്പോൾ പുട്ട്, താറാ പാർട്സ്, പിന്നെ നമ്മുടെ പുട്ടിൻ്റെ മെയിൻ സാധനം കൂട്ടിന് പപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പുട്ട് കഴിക്കാൻ നല്ല കൊതി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. അമ്മയുടെ പുട്ടും താറാ പാർട്സും സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ഞാൻ കഴിക്കട്ടെ.